തകർച്ചകളെ അകറ്റി ഉയർച്ച നൽകുന്ന വലിയവന്റെ കരം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കൾ അങ്ങനെ മുന്നേറണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ മുമ്പിലുണ്ട്. സ്തോത്രം. എത്രയോ വർഷങ്ങളായി ഇത് നടന്നു വരുന്നു. കർത്താവ് തന്റെ തിരുസഭയ്ക്ക് നൽകിയ കൂദാശകളിൽ രണ്ട് കൂദാശയാണ്, അഥവാ ശുശ്രൂഷയാണ് ഏറ്റവും വലുതായി കർത്താവ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഏറ്റവും പ്രാധാന്യമുള്ളത് ഒന്ന് ഇന്ന് രാവിലെ നടന്നു. പ്രിയ കുഞ്ഞ് ആറ്റിലേക്ക് കടന്നു വന്നു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, കർത്താവിനെ സ്വീകരിച്ചു, രക്ഷിതാവായി കർത്താവിന്റെ മടങ്ങി വരവിൽ വിശ്വസിച്ചു, നീതിക്കായി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ജലാശയത്തിൽ വെച്ച് അവൾ സാക്ഷിച്ചു, തീരുമാനമെടുത്തു, സ്നാനപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്നു. ഇത് ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഒന്നാമത്തെ കൂദാശയാണ്. ദൈവസഭയുടെ കൽപ്പനയാണത്. ഇതിന് ഓപ്ഷനൊന്നുമില്ല. മാതാപിതാക്കൾക്കുള്ളതല്ല ഈ സ്നാനം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമല്ല ഒരു കുഞ്ഞ് സ്നാനപ്പെടണം എന്നുള്ളത്. സ്തോത്രം. അവരുടെ കൽപ്പനയുമല്ല. സൺഡേ സ്കൂൾ ടീച്ചറിന്റെയോ പാസ്റ്ററുടെയോ ഏതെങ്കിലും പുരോഹിതന്മാരുടെയോ ഒന്നുമല്ല സ്നാനപ്പെടുക എന്ന് പറയുന്നത്. സ്നാനപ്പെടുന്നത് സഭയുടെ കൽപ്പനയാണ്. സ്നാനപ്പെടുക എന്ന് പറയുന്നത് സഭയുടെ തലയായ യേശുവിന്റെ ഉപദേശമാണ്. അത് ഒഴിച്ചു മാറ്റാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്തോറും കൃത്യമായി ദൈവത്തിന്റെ ഇടപെടലുകൾ ആ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നാൽ അടികിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിനകത്ത് ആരെങ്കിലും ഇനി സ്നാനമേറ്റ യേശുവോട് ചേരാനുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അവൻ ചെയ്യുന്ന ഈ കാർമ്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. 12 വയസ്സ് പ്രായം മുതൽ ആ കുട്ടിക്ക് അറിവ് വന്നു കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഒരു കുഞ്ഞിനെ സ്നാനത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് അപകടകരമാണ്. സ്തോത്രം. ഭാവി മണ്ഡലങ്ങൾ തുറന്നു വരാൻ, യേശുമായിട്ടുള്ള സമുന്നത സമ്മേളനം ഉണ്ടാകാൻ, അവൻ ദൈവസന്നിധാനത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് നടത്താൻ എല്ലാ മാതാപിതാക്കളും തയ്യാറായിക്കൊള്ളണം എന്ന് പ്രത്യേകിച്ച് ക്രിസ്തുവിൽ ആശിച്ച് ഈ ഞായറാഴ്ച നിങ്ങളെ ഉപദേശിക്കുന്നു. രണ്ടാമത്തെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാർമ്മിക ശുശ്രൂഷ ആവർത്തിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. സ്തോത്രം. ഒന്ന്, ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിപ്പാൻ നൽകപ്പെട്ടിരിക്കുന്നതും. 2, ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിനും ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കേണ്ടതിനും കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാർമ്മിക ശുശ്രൂഷയാണ് ഇവ രണ്ടും എന്ന് നാം വളരെ കാര്യമായി ഓർക്കണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 5-3 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പം വ്യക്തമായി പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കയില്ല. അറിവായിട്ടും ദൈവരാജ്യം അവകാശമാക്കാതെ ഇരിക്കുന്ന ധാരാളം ജനതയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ഇന്നും ആയിരിക്കുന്നതെന്ന് നാം ഓർത്തുകൊള്ളണം. സ്നാനം ഒരു ജനനത്തെ കുറിക്കുന്നു. ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം എന്നതിനെ കാണിക്കുന്നു. സ്തോത്രം. പാപസംബന്ധമായി എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നതിനാൽ ആദമ്യ പാപത്തിന്റെ വിഷമിത്ത് നമ്മളിലേക്ക് കടന്നുകൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ പാപത്തിൽ നാം ജനിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയേണ്ടതിന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരും സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും എന്ന ദൈവത്തിന്റെ പ്രമാണം. ഹല്ലേലൂയ. വാസ്തവത്തിൽ അവിടെ പറയുന്ന ആ പദപ്രയോഗങ്ങൾ നോക്കണം. സ്വതന്ത്ര പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധ രൂപിയായ ആത്മാവ് നമ്മളിലേക്ക് അയക്കപ്പെടും എന്ന ഉറപ്പാണ് കർത്താവായ യേശു പത്രോസിലൂടെ അമ്മ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അമ്മ വിളംബരം. സ്തോത്രം. അതുകൊണ്ട് ഇത് വലിയൊരു സംഭവമായി നമ്മൾ കരുതണം. കർത്താവിൽ നാം വീണ്ടും ജനിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് അമ്മയുടെ ജനനം ലഭിച്ചെങ്കിൽ, അച്ഛനിൽ നിന്നും നാം ജനിച്ചുവെങ്കിൽ, അവന് യേശു എന്ന ദൈവകർത്താവിൽ നിന്നും, അവൻ നമ്മുടെ രക്ഷിതാവിൽ നിന്നും നാം ജനിക്കേണ്ടിയിരിക്കുന്നു, അനേകരെ ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ് സ്നാനവുമായി ബന്ധപ്പെടുത്തി വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയപ്പെട്ടതിൻ്റെ ഒരർത്ഥം. മറ്റ് വിവിധ അർത്ഥങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്
ജനിച്ച ഒരു കുഞ്ഞ് അത് ജീവൻ നിലനിർത്തണമെങ്കിൽ അതിന് വെള്ളവും ആഹാരവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും. ലൂക്കോസ് 22:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും, ഈ അപ്പം തിന്നുമ്പോഴൊക്കെയും എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ. ഈ ഭാഗത്ത് 2 പ്രധാന വാക്കുകൾ, ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. കുടിക്കുകയും തിന്നുകയും ചെയ്യുവീൻ. ഇത് ഏത് സംഗതിയാണ് ബലപ്പെടുത്തുന്നത്? കർത്താവിന്റെ ആത്മാവ് മാനവരാശി നോക്കുമ്പോൾ മാനവരാശി വളരെ ശൂന്യതയിലാണ്. The emptiness of heart is genuine and universal for everybody. എല്ലാം മനുഷ്യരിലുമുള്ള ഒരു കാര്യമാണ്. ആ ശൂന്യത ദൈവം എടുത്തു കളയുന്നത് തന്റെ സ്വന്തം കുമാരനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുമ്പോൾ ഒരു മനുഷ്യന്റെ ശൂന്യത ദൈവം നീക്കി നിറയ്ക്കാൻ വേണ്ടി ആരംഭിക്കും. സ്തോത്രം. നിങ്ങൾ മറക്കരുത് ഇക്കാര്യം. നമ്മുടെ ജീവിത പങ്കാളി സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. പാപം ചെയ്തും സാഹചര്യ സമ്മർദ്ദം കൊണ്ടും വളരെ പ്രഷറൈസ്ഡ് ആണ്. സ്തോത്രം. അതിനാൽ അവർക്ക് നിലനിൽപ്പില്ല. ആ വ്യക്തി ക്രിസ്തുവിലേക്ക് നമ്മൾ അണയ്ക്കണം. ദൈവകൃപയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരണം. ആ വ്യക്തി സ്നാനമേറ്റ് ദൈവത്തിന്റെ ഒരു പൈതലായി ജനിക്കുന്ന കുഞ്ഞിന് വെള്ളവും ആഹാരവും പ്രാധാന്യമായിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൽ ജീവൻ പ്രാപിക്കുന്ന സകല മനുഷ്യാത്മാക്കൾക്കും ദാഹമുണ്ട്, മനുഷ്യാത്മാക്കൾക്ക് വിശപ്പുണ്ട്. ഒരു കുഞ്ഞ് ക്രിസ്തുവിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ജനിച്ചവർക്ക് ദാഹമുണ്ട്, ജനിച്ചവർക്ക് വിശപ്പുണ്ട്. ആത്മാവിന്റെ വിശപ്പും ആത്മാവിന്റെ ദാഹവും തീർക്കുന്ന ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ തിരുശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന അപ്പവും യേശുവിന്റെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ വീഞ്ഞും. സ്തോത്രം. ഭൗതിക ആകാരം ശരീരത്തിന് നിലനിൽപ്പും വളർച്ചയും നൽകുന്നെങ്കിൽ ഇത് ആത്മാവിന് നിലനിൽപ്പും നിത്യതയും അതിന്റെ ശക്തിയും വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മൾ വളരെ കാര്യമായിട്ട് ഇക്കാര്യം ഓർക്കണം, ചിന്തിക്കണം. ഈ തിരുവത്താഴ ശുശ്രൂഷ, ഈ വചനം കൽപ്പിച്ചിരിക്കുന്നത് നാം ചെയ്യുന്ന അതേ നടപടിക്രമത്തിലല്ല. നാം പലപ്പോഴും ദൈവവചനത്തെ അതിന്റെ സാധ്യതകളെയും അതിന്റെ വിശാലതയും അതിന്റെ ആഴങ്ങളെയും അതിന്റെ അർത്ഥങ്ങളെയും വളരെ കുറച്ചാണ് നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്. നമ്മളിവിടെ തിരുവത്താഴം മാസത്തിൽ ഒരു പ്രാവശ്യമാണ്. ചില ചർച്ചകളിൽ ചിലപ്പോൾ വർഷത്തിൽ 2-3 തവണയാണ്. ചില ചർച്ചകളിൽ മാസത്തിൽ 2 തവണ എടുക്കുന്നതുണ്ട്, ആഴ്ചയിൽ 1 വട്ടം എടുക്കുന്നതുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആഴ്ചയിൽ 1 വട്ടം മാത്രം തീറ്റയും കുടിയും നടത്തിയാൽ എങ്ങനെയിരിക്കും? മാസത്തിൽ 1 പ്രാവശ്യം മാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? വർഷത്തിൽ 2-3 പ്രാവശ്യം ഒരു കുഞ്ഞ് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നതെന്ന് കേട്ടാൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് എൻ്റെ അർത്ഥം. സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നത് എന്തെന്നറിയാമോ? സ്നാനപ്പെട്ട യേശുവിനോട് ചേർന്ന് പറയും, ദിനംപ്രതി ആലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോന്നു. ഹല്ലേലൂയ. നമ്മുടെ ചർച്ച ഒരല്പം കൂടെ വളർന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതിരാവിലെ 5 മണിക്ക് നമുക്കൊരുമിച്ച് കൂടി വരാനും ആരാധിക്കാനും പ്രാപിക്കാനും അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ജോലിക്ക് വേണ്ടി പോകാവുന്ന ഒരു സാഹചര്യം സിറ്റി ചർച്ചിലുണ്ടാകും, കർത്താവ് വരാൻ താമസിച്ചാൽ. ആമേൻ. ആവശ്യക്കാരൻ വരുമെന്ന് മേലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിരാവിലെ 5 മണിക്ക് ആലയത്തിൽ കടന്നു വന്ന്
1 മണിക്കൂർ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് അവനവന്റെ വേലയ്ക്ക് പോകും. ദിനംപ്രതി എന്ന് പറഞ്ഞിരിക്കുന്ന ആവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ ശുശ്രൂഷയെ വേദപുസ്തകം വിളിക്കുന്നത്. മറ്റതെല്ലാം ഒരു റിലീജിയസ് സിസ്റ്റമാണ്, മറ്റതെല്ലാം ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ആചാരങ്ങൾ തെറ്റെന്നോ അനുഷ്ഠാനങ്ങൾ തെറ്റാണെന്നോ അല്ല പറഞ്ഞത്. എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും തെറ്റല്ല. സ്തോത്രം. നമ്മൾ 1 മാസത്തിൽ 1 പ്രാവശ്യം എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് വമ്പൻ തെറ്റ് എന്നൊന്നും പറയാൻ ഈ പുസ്തകത്തിൽ ഒരു വാക്യമൊന്നും ഇല്ല. ജീസസ്. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ അടിസ്ഥാനപരമായി സത്യം ഗ്രഹിച്ചിരിക്കണം. ദിനം പ്രതി കൂടി വരികയും അപ്പം തുറക്കി പ്രാർത്ഥന എടുക്കുകയും ചെയ്തു പോന്നു. അല്ലയോ അപ്പോസ്തലന്മാരെ, ഇങ്ങനെ ജനത്തെ കൂട്ടിയതിന് കാരണമെന്ത്? അവർ മനസ്സിലാക്കിയിരുന്നു, ദിസ് ഈസ് ദ ബ്രെഡ് ഫോർ ദ സോൾ, ദിസ് ഈസ് ദ ബ്ലഡ് ഫോർ ദ സോൾ. ഈ രക്തവും ഈ മാംസവും ഭൗതിക ശരീരത്തിന് വേണ്ടിയിട്ടല്ല, ഇത് ആത്മീക ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ഈ രക്തവും ഈ മാംസവും സ്വർഗീയ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, അദ്രവത്വമായ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ആത്മാവിന്റെ ഭോജനമാണ്. നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. നിങ്ങൾ ഫസ്റ്റ് സർവീസിൽ വിശുദ്ധിയോടെ എടുത്തു. എന്താ നിങ്ങൾക്ക് സെക്കൻഡ് സർവീസ് എടുത്തുകൂടാത്തത്? നിങ്ങൾ സെക്കൻഡ് സർവീസിൽ ഭക്തിയോടുകൂടെ എടുത്തു, വിശുദ്ധിയോടെ എടുത്തു. തേർഡ് സർവീസിൽ എടുത്താൽ എന്താ കുഴപ്പം? സ്തോത്രം. നാം ഒരു ദിവസം കുറഞ്ഞത് 3 ദിവസം 3 നേരം കഴിക്കുന്നില്ലേ ഭക്ഷണം? 3 നേരമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എത്ര പ്രാവശ്യം എന്നല്ല, എപ്പോഴെല്ലാം നാം കൂടി വരുന്നോ അപ്പോഴെല്ലാം we celebrate the Christian celebration. വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പെസഹകളോ പെരുന്നാളുകളോ ഓണമോ ക്രിസ്മസോ ഇങ്ങനെ മനുഷ്യർ പറയുന്ന സെലിബ്രേഷൻസ് ഒന്നുമില്ല. Our celebration is the remembrance of Christ. The remembrance of the death of Christ. യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ഓർക്കുന്നതാണ് our celebration. Because the crucifixion brings lot of possibilities of blessing in our life. Sotram. Hallelujah. Jesus name. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സർവീസിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, without Christ human beings are like birds and animals and other creatures. Hallelujah. യേശു ക്രിസ്തുവിനെ മനുഷ്യകുലത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മനുഷ്യൻ ഭൂചര ജന്തുക്കളെ പോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മനുഷ്യകുലത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ പറവകളെ പോലെയാണ് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ മനുഷ്യകുലത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ മനുഷ്യരെ മൃഗങ്ങളെ പോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ മൃഗീയ സ്വഭാവം മാറുന്നത് വിത്ത് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോട് കൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, യേശു ക്രിസ്തുവിനെ കൂടാതെ മാനവരാശിക്ക് അനശ്വരത്വമില്ല. യേശു ക്രിസ്തുവിനെ കൂടാതെ മാനവരാശിക്ക് അമർത്യതയില്ല. ഏറ്റവും വലിയ വമ്പൻ കാര്യം ക്രൂശിൽ നടന്നത് മാനവരാശി എന്നേക്കും നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിക്കുന്ന ഇറ്റേണിറ്റി, ഇമ്മോർട്ടാലിറ്റി, ഹെവൻലി ബീയിങ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ലെവലിലേക്ക്, അവസ്ഥയിലേക്ക് മാനവകുലത്തെ പിടിച്ചു കയറ്റാൻ യേശുവിന്റെ ക്രൂശിന് കഴിഞ്ഞു. ഹല്ലേലൂയ. The measurement of the crucifixion is unmeasurable. ഒരു അളവുകോല് കൊണ്ടും അളക്കാൻ കഴിയാത്ത അളവിനപ്പുറമുള്ള ക്രൂശിന്റെ സാധ്യത ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇവ നമുക്ക് ലഭിക്കുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്തെ ഓർത്തുകൊണ്ട് വിശുദ്ധിയോടുകൂടെ അവന്റെ സന്നിധിയിൽ ഈ അപ്പനുറുക്കിന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താനുവചനത്തിൽ വായിക്കുമ്പോ ഇങ്ങനെ കാണുന്നു, this is a symbol of the sacrifice which is given by the Lord for humankind. Jesus ദൈവം ചെയ്ത, മാനവകുലത്തിന് ചെയ്ത ഒരു യാഗമാണിത്. അതിന്റെ ഓർമ്മയാണ്, യാഗത്തിന്റെ
ഓർമ്മയാണ്. ജീസസ്. ഞാനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഈ പ്രസംഗിച്ച് വന്നപ്പോൾ കിട്ടിയ കുറേ ആത്മീകമായ എൻലൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇന്ന് വരെ ചിന്തിക്കാത്ത ധ്രുവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇംഗ്ലീഷ് സർവീസിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. എത്ര പേരത് മനസ്സിലാക്കി, എത്ര പേര് എൻജോയ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ജീസസ് സ്തോത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആരംഭം എന്ന് മാത്രമേ വേദോസ്തം പറയുന്നുള്ളൂ. ഇൻ ദ ബിഗിനിങ്. ഇതിലെ കാലസംഖ്യ നിർണയം ഒരിക്കലും ഒരു സയൻസിനും പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇന്ന് വരെ പരിശ്രമിച്ച സകല സയന്റിസ്റ്റുകളും കാലനിർണയത്തിൽ പരാജയപ്പെട്ടു. സ്തോത്രം. എങ്കിലും ഒരു ഉദ്ദേശം വച്ച് അനാദികാലങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാരംഭിച്ചിട്ട് ഈ ഭൂമി ഉണ്ടാക്കപ്പെട്ടത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടതിനും 925 കൂടെ ഒരു 10 പൂജ്യങ്ങൾ ചേർത്തിട്ട് വായിച്ച എത്ര ബില്യൺ ആകുമോ അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചെന്നാണ് ഇന്നത്തെ സയന്റിഫിക് ബ്യൂറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന നാസ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം. ഹല്ലേലൂയ. ആമേൻ. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമിയെ ദൈവം ഉണ്ടാക്കുമ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ സന്തോഷിച്ചിരുന്നു. Why they are happy? Because it was created for them. പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ തന്നെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരായിരുന്നു എന്ന് വ്യക്തം. അവർ സന്തോഷിച്ചു എന്ന് പറയുന്നത് ഈ ഭൂമണ്ഡലം അവർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി 1:2 പറയുന്നു, ആ ഭൂമി പാഴും ശൂന്യമായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. ജീസസ് നെയിം. എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാർ ഭൂമിയെ ഇംപെർഫെക്റ്റ് ആക്കി മാറ്റി. സ്തോത്രം. പാപം കടന്നുകൂടി. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. മാനവകുലത്തിന് പാപമോചന സമ്പ്രദായം കൊടുക്കുകയും ദൂതന്മാർക്ക് പാപമോചനത്തിന് വഴി കൊടുക്കാതെ ഇരുന്നത് ഇൻജസ്റ്റിസ് അല്ലേ? നിരീശ്വരവാദികൾ ചോദിക്കാം, യുക്തിവാദികൾ ചോദിക്കാം, അനീതിയല്ലേ? ദൈവം നീതിമാനാണെങ്കിൽ സൃഷ്ടിക്ക് ഒരേപോലെ കണക്കിടണ്ടേ? സൃഷ്ടിക്ക് ഒരേപോലെ അനുഗ്രഹങ്ങൾ കൊടുക്കണ്ടേ? സ്വാഭാവികമായി ചോദിക്കാം. ഉത്തരം വളരെ സിമ്പിളാണ്. ജീസസ് ദൂതന്മാരെ സൃഷ്ടിച്ച നാളിൽ പാപപരിഹാരത്തിന് വേണ്ടി ഒരു സംഗതിയും ദൈവം ഉണ്ടാക്കി വച്ചിരുന്നില്ല. മനസ്സിലായോ? ഒന്നുകൂടെ. ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവർ പാപം ചെയ്താൽ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ഓബ്ജക്റ്റ്, ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു വസ്തുത ദൈവം ആദ്യം ക്രിയേറ്റ് ചെയ്തില്ല. സ്തോത്രം. 2, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോ ഭൂമിയിലുള്ള ഒരു വസ്തുക്കളെയും കൊണ്ട് സൃഷ്ടിച്ചില്ല. സ്വർഗത്തിലെ ഇലമെന്റ്സ്, സാധനങ്ങൾ എടുത്ത് ദൂതന്മാരെ സൃഷ്ടിച്ചു. സ്തോത്രം. എന്നിട്ട് എന്റെ ബോധ്യത്തിൽ ദൈവം നീതിമാനായതുകൊണ്ട് ദൂതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങളെ രക്ഷിപ്പാൻ ഞാനൊരു വഴി ഉണ്ടാക്കി വച്ചിട്ടല്ല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ മൈൻഡ് തന്നു. ചെയ്യാതിരിക്കെ ചെയ്യാം. യു ആർ നോട്ട് മിഷൻസ്. നിങ്ങളൊരു ഒരു മിഷൻ അല്ല, മിഷനറി, മിഷൻസ് എന്താ പറയാ, അങ്ങനെ പറഞ്ഞ അതല്ല ഉദ്ദേശിച്ച. മിഷൻസ് ഉണ്ടല്ലോ, മിഷൻ, ഒരു യന്ത്രം. സ്വതന്ത്രം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഒരു യന്ത്രമല്ല നിങ്ങൾ. സ്വതന്ത്രം. യു ആക്ട് വിത്ത് ഫ്രീ മൈൻഡ്. പക്ഷേ സകല തിന്മകളെ എന്നെ പോലെ അതിജീവിക്കാൻ കഴിവുറ്റ ശരീരഘടനയോടുകൂടെ പവിത്രമായ സ്വർഗത്തിന്റെ വസ്തുക്കളെ കൊണ്ട് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ യു മസ്റ്റ് ബി ഒബീഡിയന്റ് ടു മീ. നിങ്ങൾ എന്നോട് അനുസരണമുള്ള മക്കളായിരിക്കണം. നിങ്ങൾ വീണ് പോയാൽ ഞാൻ ഒരു കാര്യവും നിങ്ങളെ രക്ഷിപ്പാൻ ഉണ്ടാക്കി വച്ചിട്ടില്ല. സ്തോത്രം. മാത്രമല്ല, നിങ്ങൾ അമർത്യരാണ്. നമ്മളിവിടെ ഇതിന്റെ പിന്നിൽ ചോദിക്കുന്നത് എന്തെന്നറിയാം? മനുഷ്യൻ ഒരുപാട് പാപം ചെയ്യുന്നു,
ഒരു പാപം ചെയ്തപ്പോ അവനോട് ക്ഷമിക്കാത്തത് എന്ത്? സ്തോത്രം. പറഞ്ഞ മനസ്സിലായ? ക്ഷമിക്കാത്തത് ഇതുകൊണ്ടാണ്. ഈ ഭൂമണ്ഡലം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൂതന്മാരെ സൃഷ്ടിക്കപ്പെട്ടു. ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവരെ രക്ഷിപ്പാൻ ഒരു മാർഗം ഉണ്ടാക്കി വച്ചില്ല. അതുകൊണ്ടാണ് അത് അവരോട് വ്യക്തമാക്കി കാണും. അതുകൊണ്ടാണ് മറ്റു ദൂതന്മാരെല്ലാം അനുസരണമുള്ളവരായി നിന്നത്. ഇനി മനുഷ്യകുലം പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ദൈവം ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? വേദോസ്തത്തിൽ പറയുന്നു, സ്വതന്ത്രം ഈ ഭൂമിയും ഭൂമണ്ഡലത്തെയും അതിന്റെ ഇംപെർഫെക്ഷൻ മാറ്റി ഇതിനെ പുതുക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വതന്ത്രം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1:3. ഈ ഭൂമണ്ഡലത്തെ പുതുക്കുന്ന അവസരത്തിൽ ആ ക്രിയേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉലക സ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. കണ്ടോ? God created at first the begotten Son in spiritually in the heaven for the remission and forgiveness of sins. പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ഈ ഭൂമണ്ഡലത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ നിർത്തിക്കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. പറഞ്ഞ മനസ്സിലായോ? പച്ച മലയാളത്തിൽ പറഞ്ഞ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ മനുഷ്യൻ ലംഘനത്തിൽ പെടും എന്നതിനാൽ വാസ്തവമായും അതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കി വച്ചിട്ട് അവനുണ്ടാക്കി. സഹോദരം, ഇറ്റ് ഈസ് ഈസി. 2, ദൈവത്തിന്റെ ദൂതന്മാരെ മുഴുവൻ സ്വർഗത്തിന്റെ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയപ്പോ ഈ താണ ഭൂമിയിൽ നിന്നും മർത്യനായി മരണം ആസ്വദിക്കുന്നവനായി താൽക്കാലിക ജീവിയായി മനുഷ്യനെ തിരുകരങ്ങൾ കൊണ്ടുണ്ടാക്കി. ഈ 2 പ്രധാന കാരണങ്ങളാൽ there is a chance if man sinned again and again there is a remedy. ഒരു മനുഷ്യൻ ആവർത്തിച്ച് തെറ്റ് ചെയ്താൽ പോലും അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന പക്ഷം അവന്റെ സകല പാപങ്ങളെ കഴുകിക്കളയാൻ ഒരു യാഗവസ്തുവിനെ ആദ്യം തൂക്കി നിർത്തിയിട്ടാണ് മാനവകുലത്തെ ഉണ്ടാക്കിയത്. ആ ദൈവസ്നേഹം വലുത് തന്നെ. ഒന്നാമത്തെ കാര്യം പരാജയപ്പെട്ടതുകൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവം ചെയ്തു. രണ്ടാമത്തെ കാര്യവും ദൈവം തന്റെ തനിമയിൽ നന്നായി ചെയ്തു. നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ യാഗം നടന്നത് AD 28 കാൽവരി ക്രൂശിൽ മാത്രമല്ല, അത് അക്ഷരികം പക്ഷെ ആത്മീകമായി മുമ്പേ നടന്നു കഴിഞ്ഞു. മുമ്പേ അതിനാണ് ആദം പാപം ചെയ്തപ്പം ആദമിനോട് പറഞ്ഞു, നീ അങ്ങ് നോക്കിക്കൊണ്ട് അക്കരെ നാട്ടിൽ നിൽക്കുന്ന യാഗവസ്തുവിനെ നോക്കിക്കൊണ്ട് നീ എൻ്റെ മുമ്പിൽ ഒരു യാഗം അർപ്പിക്കാൻ പറഞ്ഞു. ആദം has given sacrifice before God. നമ്മൾ തുടർന്നിങ്ങോട്ട് വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് പട്ടകത്തിൽ കയറി ശുദ്ധിയുള്ള ചില ജീവികളെ, പറവകളെ, മൃഗങ്ങളെ എടുത്തിട്ട് സ്വതന്ത്രം ദൈവത്തിന്റെ കോപം ശമിപ്പിക്കേണ്ടതിന് നീ എനിക്ക് യാഗമർപ്പിക്ക എന്ന് നോഹയോട് ദൈവം പറയുന്നു. തുടർന്ന് അബ്രഹാമിന്റെ ജീവിതം മുഴുവൻ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയിടങ്ങളെല്ലാം, പാർത്തയിടങ്ങളെല്ലാം തന്റെ ആരാധനയുടെ ഭാഗമായി താൻ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഒടുവിൽ തന്റെ ഏകജാതനായ പുത്രനെ പോലും കൊടുക്കണം, യാഗമർപ്പിക്കണം എന്ന നിലയിൽ ദൈവം ആവശ്യപ്പെട്ടപ്പോ മുഴുഹൃദയത്തോടെ മോറിയ മലയിലേക്ക് അവൻ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന അബ്രഹാമിനെ കാണുന്നു. കരുണാസമ്പന്നനായ ദൈവം തന്റെ പൊന്നോമന പുത്രനെ നേരത്തെ യാഗവസ്തുവാക്കി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അബ്രഹാമിന്റെ കുഞ്ഞിനെ തിരിച്ചു കൊടുപ്പാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കാണിച്ചു കൊടുത്തു. മോറിയ മലയിൽ യാഗം അർപ്പിച്ച ചരിത്രം നിങ്ങൾക്കറിയാം. അത് യേശുവിന്റെ അവന് വരാനിരുന്ന സ്വന്തം ക്രൂശ് മരണത്തെ പ്രതിനിധാനം ചെയ്യുന്നു ജീസസ്. പിന്നെ നമ്മൾ കാണുന്നത് സ്വതന്ത്രം ഈജിപ്തിന്റെ വിടുതലിന് വേണ്ടി, ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനതയുടെ വിടുതലിന് വേണ്ടി യഹോവയായ ദൈവം ആട്ടിൻകുട്ടിയെ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. സ്വതന്ത്രം 400 വർഷക്കാലം അടിമകളായി കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന മാനവരാശി
അഥവാ ദൈവത്തിന്റെ മക്കൾ മിസ്രൈം എന്ന ദേശത്തിൽ നിന്നും കനാൻ എന്ന ദേശത്തേക്കുള്ള യാത്രയിൽ ഒരു മോചനം അവർക്ക് വേണം. ആ മോചനത്തിന് വേണ്ടി യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളൊരു ആട്ടിൻകുട്ടിയെ വെട്ടണം. അത് പെസഹ എന്ന നിലയിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം. സ്വതന്ത്രം ഇത്രയും കാലങ്ങൾ അടിമകളായിരുന്നതിന്റെ വിമോചനത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒരു ഉത്സവമാക്കി മാറ്റണം. അതിന് പറഞ്ഞെങ്ങനെയാണ്? ആബീബ് മാസം 1-ാം തീയതി, ആബീബ് മാസം 1-ാം തീയതി, ആബീബ് മാസം 10-ാം തീയതി, ആബീബ് മാസം 14-ാം തീയതി, ഇങ്ങനെ ദിവസങ്ങളെ കുറിച്ചു കൊടുത്തു. സ്വതന്ത്രം പിൽക്കാലത്ത് സ്വതന്ത്രം ഈ ആട്ടിൻകുട്ടിയെ ആബീബ് മാസം വെട്ടിയത് കൊണ്ട്, അവിടെ മോചനത്തിനു വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട്, ആ മാസം ഇസ്രായേലിന്റെ ജീവിതത്തിലെ ആദ്യ മാസമായി ദൈവം കൊടുത്തു. സ്തോത്രം. കണ്ട, ദിവസങ്ങൾ എത്ര ഉണ്ടെങ്കിലും, മാസങ്ങൾ എത്ര ഉണ്ടെങ്കിലും, വർഷങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആണ്ടുകൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദിവസങ്ങൾ, ദൈവം നിങ്ങളെ മോചിപ്പിക്കുന്ന മാസം നിങ്ങൾ മറക്കരുത്. You must celebrate. Hallelujah. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വൻപൻ കാര്യം മറ്റാരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുമ്പോ, സർവശക്തനായ ദൈവം നിങ്ങളുടെ ആയുഷ്കാലത്ത് ഒരു കാര്യം ചെയ്തു എന്നാൽ അത് മറന്നു കളയുന്നവരായി തീരരുത്. ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പോ ദൈവം പറഞ്ഞു, don't forget the day, don't forget the month. ഇന്നും ഇസ്രായേൽ ആബീബ് മാസം 14-ാം തീയതി പെസഹ ആചരിക്കുന്നു. അതിന് പ്രാധാന്യം നൽകുന്നു. ഞാൻ ന്യൂയോർക്കിൽ വെച്ച് ഒരു ജൂയിഷ് ഫാമിലി ചെല്ലുമ്പോ അവരുടെ പ്രേയർ റൂമിന്റെയും ഫ്രണ്ടിൽ, വീട്ടിന്റെ ഫ്രണ്ടിലും കൊച്ചു കിണ്ണങ്ങളിൽ എണ്ണ നിറച്ച് വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ വിശേഷത എന്ന് ചോദിച്ചപ്പോ അവൾ പറഞ്ഞെങ്ങനെയാണ്, ദിസ് ഈസ് എ ഡേയ്സ് വി ആർ സെലിബ്രേറ്റിംഗ് ദ ഫീസ്റ്റ് ഓഫ് പൂരിയം. പൂരിയം കേട്ടിട്ടില്ലേ? വെളിച്ചങ്ങളുടെ പെരുന്നാള്. സ്വതന്ത്രം അഹശ്വേരോശിന്റെ കാലത്ത് ഇസ്രായേൽ ജനം മേദ്യരുടെയും പേർഷ്യരുടെയും അടിമത്വത്തിൽ കടന്നപ്പം എസ്തർ രാജ്ഞിയുടെ പിന്തുണയോടും സഹായത്തോടും കൂടെ ഇസ്രായേൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന്റെ മോചനത്തിന്റെ ദിവസം ഓർക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചു തന്ന ദിവസം ഞങ്ങൾ ഓർക്കുകയും അവന് സ്പെഷ്യൽ മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇസ്രായേലേ, നീ എന്തുകൊണ്ട് വളരുന്നു? ഇസ്രായേലേ, നീ എന്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ വന്നു? ഇന്ത്യയെ കൈകുപ്പി ഇത്രയും സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യങ്ങളുമുള്ള വിദഗ്ധന്മാരായ ശാസ്ത്രജ്ഞന്മാരുള്ള ഇന്ത്യ എന്തുകൊണ്ട് അവിടെ ചെന്ന് അവരുടെ ടെക്നോളജി കടം വാങ്ങുന്നു, വിലയ്ക്ക് വാങ്ങുന്നു, വായ്പ വാങ്ങുന്നു? ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം അവനോട് എന്തെങ്കിലും ചെയ്താൽ അവൻ മറന്നു കളയുന്നവനല്ല. ഇസ്രായേലിനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവനത് മറന്നു കളയുകയില്ല. അതാണല്ലോ ഇപ്പോഴത്തെ മിസൈലുകൾ ഹമാസ് ഇങ്ങോട്ട് അയച്ചപ്പോ, കണ്ണൂർ സ്വദേശിയ ഒരു സ്ത്രീ, ഒരു നേഴ്സ് മരിച്ചപ്പോ ഇന്ത്യ മുട്ടുകുത്തി ഇസ്രായേലിന്റെ മുമ്പിൽ നമസ്തേ പറയണ്ടേ? ഇന്ത്യയിലെ ഒരു പെണ്ണ് മരിച്ചപ്പോൾ ആ പെണ്ണിന്റെ കുടുംബത്തിന് നൽകിയ സഹായം, ഇസ്രായേലിൽ അവളുടെ കുടുംബത്തിന് പൗരത്വം വരെ കൊടുത്തില്ലേ? ഏത് രാജ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ഇസ്രായേലിനെ നിങ്ങൾക്കോ എനിക്കോ സഹായിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായാൽ പ്രാണൻ കൊടുത്ത് സഹായിക്കണം. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം എന്തെന്നറിയാമോ? ലോകത്ത് ഉപകാരം ചെയ്താൽ, നന്ദി കാണിച്ചാൽ, സഹായിച്ചാൽ മറക്കാത്ത, ഓർക്കുന്ന ഒരു സമൂഹമേ ഉള്ളൂ. ദ പീപ്പിൾ ഓഫ് ജൂ. അവന്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് അത്. സ്വതന്ത്രം. നമ്മൾ ഒന്ന് സ്വഭാവം മാറ്റി വെക്കൂ. ഒരാൾ നമ്മെ സഹായിച്ചാൽ, സഹായിക്കാൻ വന്നാൽ, നന്ദി കാണിച്ചാൽ, സ്വതന്ത്രം ഒന്ന് താങ്ങിയാൽ അതൊരു സെലിബ്രേഷനാക്കി മാറ്റി വെക്കൂ. കൃത്യമായി ദൈവം നിന്നോട് കൂടെ ഇരിക്കും. പ്രത്യേകിച്ച് മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പട്ടി വാലാട്ടുന്നതിനേക്കാളും, പന്നി വാലാട്ട് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ആട്ടമാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ മുഖം മാറും.
കിട്ടിയാലും കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഒരേ മനസ്സിലായിരിക്കണം, ദൈവത്തിൻ്റെ പൈതൽ, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നേ. നമ്മെ അനുഗ്രഹിക്കുന്ന ഭൂമിയിൽ ആരുമല്ല, നമ്മെ അനുഗ്രഹിക്കാൻ ഒരുത്തൻ മുകളിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മെ ഉയർത്താൻ ഒരുവൻ മുകളിലുണ്ട്. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ജീവപര്യന്തം നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സമർപ്പിക്കുക കർത്താവിന്റെ സന്നിധിയിൽ. ദൈവം നമ്മെ, നമ്മുടെ കുടുംബത്തെ മാനിക്കും, നമ്മെ ഉയർത്തിപ്പിടിക്കും നമ്മുടെ സമൂഹത്തിനകത്ത്. സ്തോത്രം, സ്തോത്രം. ഇസ്രായേലിന് ഒരു വിടുതൽ വന്നു. അതാണ് പാസ് ഓവർ അഥവാ പെസഹ പെരുന്നാൾ. പൗലോസിന്റെ വാക്കുകളിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. എന്താ സവിശേഷത? നിങ്ങൾക്കറിയാം സ്റ്റോറിയൊക്കെ. ഇസ്രായേലിൽ എല്ലാ മിസ്രൈമ്യന്റെ വീട്ടിലും ഒന്ന് ചത്തു. എന്ത് ചത്തു? അപ്പൊ ഒരു വീട്ടില് ഒരു പുതിയ കല്യാണം നടന്നു. അവര് വീടും കയറി താമസിച്ചു. ഞാൻ കല്യാണം കഴിച്ചതുപോലെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയവനാണ്. എൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുതുതായി മിസ്രൈമിൽ താമസിച്ചെന്ന് വെച്ചു. ഞങ്ങൾ മിസ്രൈമ്യരാണ്. ഞങ്ങൾ വീടെടുത്ത് താമസിച്ചു. അപ്പോ കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങളുടെ വീട്ടിനകത്തുള്ള ആദ്യജാതൻ കൊല്ലപ്പെടും. നമ്മുടെ സന്തോഷം, നമുക്ക് ആദ്യജാതന്മാരില്ലല്ലോ. അപ്പൊ കാണാം, അന്ന് ആകപ്പാടെയുള്ള വരുമാനവും ജീവിത സന്താനത്തുള്ളത് പറവകളും മൃഗങ്ങളുമാണ്. കല്യാണം നടക്കുമ്പോൾ ബാർട്ടർ സിസ്റ്റമാണ്. പൈസ അല്ല കൊടുക്കുന്നത്, മൃഗങ്ങളും ഒട്ടകങ്ങളും അങ്ങനെയുള്ള സംഗതികളാണ് കൊടുക്കുന്നത്. സ്തോത്രം. പക്ഷെ അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഒരു ഒട്ടകമെങ്കിലും ചാകും. അന്ന് രാത്രി ഞങ്ങൾ പറവകളിലുള്ള എല്ലാ ആദ്യം പിറന്നത് ചാകും. ഒട്ടകങ്ങളിൽ ആദ്യം പിറന്നത് ചാകും. പശുക്കളിൽ ആദ്യം പിറന്നത് ചാകും. ആടുകളിൽ ആദ്യം പിറന്നത് ചാകും. നിങ്ങൾക്കറിയാലോ, പണ്ട് യാക്കോബ് കല്യാണം കഴിക്കാൻ നേരത്തിന് 1,000 ആടുകളെയാണ് കിട്ടിയത്. സമ്പത്താണ്, കൊടുത്തു വിടുകയാണ്. സ്തോത്രം, ജീസസ്. അതിലെല്ലാം ആദ്യജാതന്മാർ കൊല്ലപ്പെടും. ആദ്യം ജനിച്ചത് കൊല്ലപ്പെടും. അപ്പൊ എല്ലാ മിസ്രൈമ്യരുടെ വീട്ടിലും മരണം നടക്കും. മരണം നടക്കണം വിമോചനത്തിന്. സ്തോത്രം. ഡെലിവറൻസ് ഈസ് ബേസ്ഡ് ഓൺ എ ഡെത്ത്. ഇത് ആദ്യം മുതലുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. സ്തോത്രം. കൊല്ലപ്പെടും. അപ്പൊ നമ്മൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ ആരും കൊല്ലപ്പെട്ടില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ നോക്കൂ, കുടുംബങ്ങളിൽ ആരും കൊല്ലപ്പെട്ടില്ലെങ്കിലും, കാരണം രക്തം കട്ടളപ്പായ അല്ലെങ്കിൽ കുറുമ്പടിമേലും ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടിയിരിക്കുന്നുണ്ട്. സംഹാരകൻ അതിന് അകത്തേക്ക് വരാതെ സംഹാരകൻ കൂരയുടെ മേളിൽ കൂടെ പോയി എന്നാണ്. ആ മേളിൽ കൂടെ പോയി, അകത്ത് കയറിയില്ല. മിസ്രൈമിന്റെ വീട്ടിന്റെ അകത്ത് കയറി മറ്റവന്റെ വീട്ടിൽ വരാതെ പോയി. സ്തോത്രം. അപ്പം സ്തോത്രം, ഇസ്രായേലുകൾ സന്തോഷിക്കുകയാണോ? അല്ല. ഇസ്രായേലിന്റെ ജീവിതത്തിലും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞതെന്നറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ ആബീബ് മാസം 10-ാം തീയതി വീട്ടിനകത്ത് വേർതിരിക്കണം. തൊഴുത്തി കെട്ടാൻ പാടില്ല. തൊഴുത്തി കെട്ടാൻ പാടില്ല. 10-ാം തീയതി ഊനമില്ലാത്ത നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആട്ടിൻകുട്ടിയെ വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് അതിന് കൈത്തീറ്റി കൊടുക്കണം. അത് മറ്റ് ആടിനോടോ ആട്ടിൻകുട്ടിയോടോ പോകാൻ പാടില്ല. 10-ാം തീയതി മുതൽ തൊഴുത്തിക്കിടന്ന കുട്ടി വീട്ടിനകത്താണ്. ആ ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഈ ആട്ടിൻകുട്ടി തുള്ളി കളിക്കും. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കയ്യിൽ നിന്ന് ഇത് ആഹാരം വാങ്ങിച്ച് കഴിക്കും. 10-ാം തീയതി ഇതിന് സ്പെഷ്യൽ ഫുഡാണ്. കാരണം ശുദ്ധീകരണം ആരംഭിക്കുകയാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും വേറിട്ട് അതിനെ വീട്ടിനകത്ത് ശുദ്ധീകരിക്കുകയാണ്. 3 ദിവസം അങ്ങനെ ശുദ്ധീകരിക്കുന്നു. 4-ാം ദിവസം വ്യാഴാഴ്ച ആകുമ്പോ അതിനെ വെട്ടണം. വെട്ടുമ്പോ വീട്ടിൽ സനീഷ് ചെയ്യുമ്പോൾ ചെയ്യും. നമ്മളൊരു മുയല് കണ്ടിച്ചാൽ ഇവൻ ഭയങ്കര ബഹളം ഉണ്ടായിക്കളയും. ഒരു കോഴിയെ വെട്ടിക്കളഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടായിക്കളയും. സ്തോത്രം. ഇവര് കണ്ണൊക്കെ കലങ്ങി കരഞ്ഞൊക്കെ നിൽക്കുന്നതാണ്. പക്ഷെ പൊരിച്ച് വച്ചു കൊടുത്ത അടിച്ച് വിടണ വേണം. ഒരു ലിമിറ്റുമില്ല. സ്തോത്രം.
അവൻ അത്രയുള്ള കരച്ചിൽ. അപ്പൊ അതൊരു കള്ള കരച്ചിലാണ്. എന്നാലും കരച്ചിൽ വരും, വരും. ഇസ്രായേലിന്റെ വീടുകളിലും കൃത്യമായി കരച്ചിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വീട്ടിൽ ഒരു ആട്ടിൻകുട്ടിയെങ്കിലും കൊല്ലപ്പെടും, മറ്റവന്റെ വീട്ടിലും കൊല്ലപ്പെടും. അപ്പോ ഡെലിവറൻസ് വേണോ, വിടുതൽ വേണോ, മരണം ഉറപ്പാണ്. ചില വീട്ടിൽ ചിലതൊക്കെ ചത്ത വീട് നന്നാവുള്ളൂ. എനിക്ക് നല്ലതായിട്ട് അറിയാം. ഒരുപാട് കാലങ്ങൾ പോസ്റ്റൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു വിടുതലുണ്ടാവില്ല. ഇലക്ട്രിസിറ്റി പോലും ആ വീട്ടിൽ കിട്ടിയിട്ടില്ല. ചോദ്യം വാട്ടർ കിട്ടി, വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ തള്ള രാവിലെ പാത്രം കൊണ്ട് ഇങ്ങനെ റോഡേ നടക്കും. ചോദ്യം അതിനകത്ത് ഒരു പാഷാണത്തിൽ കൃമിയുണ്ടായിരുന്നു, അത് ചത്തതോടുകൂടെ രക്ഷപ്പെട്ടു. ഈയിടയ്ക്ക് ഒരു അമ്മായിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അവള് പറഞ്ഞു എൻ്റെ മോൻ ചത്താ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന്. അവളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു കൊറോണ കഴിഞ്ഞപ്പോൾ. സത്യം, അവൾ പറഞ്ഞതുപോലെ സംഭവിച്ചു, രക്ഷപ്പെട്ടെന്നേ, സത്യം രക്ഷപ്പെട്ടു. ചോദ്യം ഇതുപോലെ ചിലതൊക്കെ ചത്ത എന്തെങ്കിലും രക്ഷയുണ്ട് അതിനകത്ത്. ജീസസ് ഒരു നിർവാഹമില്ലാത്ത, ഒരിക്കലും മനസ്സതരപ്പെടാത്ത, ഒരിക്കലും കുടുംബത്തിന് ഒരു നന്മയില്ലാത്ത ഒരുത്തൻ ജീവിച്ചിട്ട് എന്ത് കാര്യം, ഒരുത്തൻ ജീവിച്ചിട്ട് എന്ത് കാര്യം. ചോദ്യം പാസ്റ്റർ മരിക്കാൻ വേണ്ടി പറയാണ്. ജീസസ് ഞാൻ ഒരു സത്യം പറഞ്ഞാണ്, ഡെലിവറൻസ് കംസ് ത്രൂ ദ ഡെത്ത്. മിസ്രൈമിൽ എല്ലാ വീടുകളിലും ഒരു ആട്ടിൻകുട്ടിയെങ്കിലും കൊല്ലപ്പെട്ടു. അന്നർദ്ധരാത്രി ഒരു വിടുതലുണ്ടായി. നിങ്ങൾക്കറിയാമോ, പാപത്താൽ നമ്മുടെ വീടുകളിലെല്ലാം മരണം സുരക്ഷിതമായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്നതിന് മരിക്കണം. ഈ ദൈവത്തിന്റെ നീതിയുടെ പ്രമാണത്തിന് മുമ്പിൽ നമ്മുടെ വീടുകളിൽ നിത്യമായി കൊല്ലപ്പെടേണ്ടവർക്ക് പകരം യേശു എന്ന ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ കൊല്ലപ്പെട്ടത്, മിസ്രൈമിൽ കൊല്ലപ്പെട്ട ആ മരണ സംഹാരത്തെ കാൽവരി ക്രൂശുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു യേശു തന്നെ. എന്താ മിസ്രൈമിൽ സംഭവിച്ചത്? ജീസസ് അവർക്ക് മോചനം ഏതിൽ നിന്ന്? രണ്ട് കാര്യത്തിൽ നിന്ന്. ഒന്ന് ഫ്രം ദ സ്ലേവറി. രണ്ട് ഫ്രം ദ ഡെത്ത്. ജീസസ് മരണത്തിൽ നിന്നും, അടിമനുഖത്തിൽ നിന്നും, മരണം, രക്തം അവരെ രക്ഷിച്ചു. ഇത് തന്നെയാണ് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പം, യേശുവിന്റെ മാംസത്തിന്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പം ഞാനും നിങ്ങൾ ഓർത്തിരിക്കണം, നഗ്ന സത്യം, നാം പാപത്തിനും പിശാചിനും ലോകത്തിനും അടിമകളായി അബദ്ധസഞ്ചാരം ചെയ്ത് സകല അനീതിക്കും അക്രമണത്തിനും പാപത്തിനും മലിനതയ്ക്കും ഇട നൽകി നിത്യമായി കൊല്ലപ്പെടേണ്ട നമ്മള് യേശുവിന്റെ തങ്കരക്തത്താൽ കഴുകി നമ്മെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ജീവന്റെ കൂട്ടായ്മയിലല്ലയോ നിങ്ങൾ പ്രഭാതത്തിൽ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. എന്നേക്കുമായി നിത്യമരണമെന്ന തീങ്കത്തുകം കത്തുന്ന തീപ്പൊയ്കലേക്ക് വലിച്ചെറിയുന്ന ഇത് രണ്ടാം മരണം എന്ന ഭീകര മരണത്തിൽ നിന്നും, അടിമത്വത്തിൽ നിന്ന് മാത്രമല്ല, അവൻ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത്. വാ നിറച്ച് സ്തുതി ഉണ്ടാകണം, വാ നിറച്ച് സ്തോത്രങ്ങൾ ഉണ്ടാകണം, ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ വലിയ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കർത്താവ് ചെയ്തുവല്ലോ. യേശുവിന്റെ വാക്കുകളിലും അപ്പോസ്തലിക നടപടിക്രമത്തിലും ഈ രക്തത്തിന്റെ അടുക്കലേക്ക് വരുമ്പം, ഈ മാംസത്തിന്റെ അടുക്കലേക്ക് വരുമ്പം ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങളുടെ പുളിപ്പ് മാറ്റിക്കളയണം എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ പുളിപ്പ്? മാറ്റിക്കളയണം. 1 കൊരിന്ത്യർ 12 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അയോഗ്യമായി അപ്പം തിന്നാൻ പാടില്ല. 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 5-6 അധ്യായങ്ങൾ എഴുതുമ്പോൾ, 1 കൊരിന്ത്യർ 5-6 അധ്യായങ്ങൾ എഴുതുമ്പോ സ്തോത്രം, നിങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ പുളിപ്പ് നീക്കിക്കളക എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, സഭയ്ക്കകത്തൊരു ദുർനടപ്പുകാരനുണ്ടായിരുന്നു ജീസസ്. അന്നത്തെ സംസ്കാരത്തിൽ അവനെ യോജിച്ചത് നാം കണ്ടു, പക്ഷെ ദൈവത്തിന്റെ പ്രമാണത്തിൽ അത് യോജിച്ചതല്ലായിരുന്നു. കൊരിന്ത് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ധാരാളം ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടായിരിക്കാം. സ്തോത്രം.
അപ്പൻ മരിച്ചു പോയേക്കാം. മൂത്ത ഭാര്യയിലുള്ള മൂത്ത മകനോ രണ്ടാമത്തെ മകനോ ഒക്കെ ഇളയ ഭാര്യ, അപ്പൻ്റെ ഇളയ ഭാര്യയെ കല്യാണം കഴിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൻ്റെ ഇളയ ഭാര്യ തൻ്റെ പെങ്ങളെപ്പോ അത്ര പോലും പ്രായം കാണൂലായിരുന്നു. അങ്ങനെ അപ്പൻ്റെ ഭാര്യയെ എടുത്തു എന്ന ദുർനടപ്പ് ജീസസ് ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. അതിനെ പറയുന്നു അല്പം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ ആ ദുർനടപ്പുകാരൻ്റെ സഭയെ നീക്കിക്കളക. സ്തോത്രം. അയോഗ്യമായി അപ്പം തിന്നാൻ അവനെ നീക്കിയിട്ടാണ് 12-ാം അധ്യായത്തിൽ തിരുവത്താഴത്തെക്കുറിച്ചുള്ള ദർശനം നൽകിയിരിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ കപടഭക്തിക്കാരായ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആമേൻ പുളിപ്പ് നിങ്ങൾ മാറ്റിക്കളയണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധ പ്രമാണത്തിൽ സത്യ ഉപദേശത്തിൽ മാത്രം നിലനിൽക്കണം. ട്രൂ ടീച്ചിങ് എന്നർത്ഥം. ദുരുപദേശങ്ങളെ നീക്കിക്കളയണം. വേദപുസ്തകം മലയാളികൾ പാരമ്പര്യം കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു ദുരുപദേശമാണ്, ഈസ്റ്റാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞ? സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹ്യൂമൻ തോട്ട് കൊണ്ട്, മനുഷ്യ ചിന്ത കൊണ്ട്, മനുഷ്യ ബുദ്ധി കൊണ്ട്, മനുഷ്യ സംസ്കാരം കൊണ്ട്, മനുഷ്യന്റെ അറിവുകൾ കൊണ്ട് വേദപുസ്തകത്തെ വളച്ചൊടിക്കുന്നത് ദുരുപദേശങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈസ്റ്റാണ്, പുളിപ്പാണ്, അയോഗ്യതയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല. ജീസസ് നെയിം. സ്തോത്രം. ഇനി അതേ കാര്യം യേശു കർത്താവ് മറ്റൊരു വിധത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പം ഇങ്ങനെ പറയുന്നു, അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ നിങ്ങളും ദൈവരാജ്യത്തിന്റെ വിശാലത വരുത്തുവിൻ എന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പം യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം ഡിവൈൻ വൈറ്റൽ ക്വാളിറ്റി, ഒരു നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു ദിവ്യ സ്വഭാവം കടന്നു വന്നാൽ ആ ദിവ്യ സ്വഭാവം നമ്മെ മുഴുവൻ ദൈവികതയിലേക്ക് നടത്തും. ജീസസ് നമ്മളിൽ കയറി വന്ന ദിവ്യ സ്വഭാവം നമ്മുടെ സമൂഹത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. ദൈവരാജ്യം ശക്തിയോടെ വിശാലപ്പെടാൻ the vital quality of divinity must be indwelt upon our life. അവന്റെ ദിവ്യത്വത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ മറിയയുടെ പുത്രനായ യേശുവിൽ വിളങ്ങിയിരുന്നത് പോലെ അവന്റെ ദിവ്യത്വത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ നമ്മളിൽ വിളങ്ങാൻ തുടങ്ങിയാൽ ദൈവരാജ്യം ശക്തിയോടെ വ്യാപിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വരവും സമാഗതമാകും. ദൈവരാജ്യം എല്ലായിടത്തും ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ് അവന്റെ വരവ് വൈകി വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുളിമാവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് അപൂർണമായ, ദൈവത്തിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ചിന്തകളോ വികാരങ്ങളോ പ്രവൃത്തികളോ ചെയ്തികളോ നമ്മെ കാർന്നു തിന്നുന്നെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യോഗ്യതയ്ക്ക് വേണ്ടി അടുത്തു വരുവാൻ ആത്മാവ് നിങ്ങളെ നമ്മെ വിളിക്കുകയാണ്. അയോഗ്യമായി ഇതിന്ന് കഴിക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടപ്പോൾ ആ വ്യക്തിക്ക് അയോഗ്യതയായി മുന്നിൽ കണ്ടത് മറ്റൊന്നുമല്ല, ഒരു സ്പൂണായിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു 6-7 പേര് കൂടെ നമ്മൾ ഈ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യാൻ പിള്ളേർ പോകുന്ന പോലെ, ടീം വർക്കിന് പോകുന്നത് പോലെ ഒരു പ്രദേശത്തും ജോലിക്ക് വേണ്ടി പോയി. അവിടെ ഒരു വീടെടുത്തപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിൽ നിന്ന് പാത്രങ്ങളും സാധനങ്ങളും ആഹാരം വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഈ വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടേതായ സാധനങ്ങൾ എന്ത് ചെയ്തു, കെട്ടിപ്പറക്കി വീട്ടിലോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരുത്തി വീട്ടിൽ ചെന്നപ്പോൾ കാണാം അവളുടെ പാത്രങ്ങളിൽ അവളുടേതല്ലാത്ത ഒരു സ്പൂൺ ഇരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അവിടുത്തെ ശാപങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും അസ്വസ്ഥതകളും ഈ സ്പൂണ് കാണുമ്പോൾ അവളുടെ മനസ്സ് പറയും, ഇത് നിന്റേതല്ല എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ശുശ്രൂഷകൻ സഭയിൽ പ്രസംഗിക്കുമ്പോൾ യോഗ്യമായി അപ്പം തിന്നുകയും
യോഗ്യമായി ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്ന് ഉറക്കെ പറഞ്ഞപ്പോ അവിടെ ഇരുന്നൊരു തീരുമാനമെടുത്തു, ഈ സ്പൂണ് എന്റെ സുഹൃത്തിനെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുമെന്ന്. സാക്ഷ്യം ഇങ്ങനെയാണ് ആ സഹോദരി പറഞ്ഞത്. ഞാൻ എന്ന് ആ സ്പൂണ് കണ്ടെത്തി തിരിച്ചു കൊടുത്തു, അന്ന് എൻ്റെ മനസാക്ഷിയിൽ നിന്ന് കുറ്റബോധം മാറിപ്പോയി. ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏതെങ്കിലും സംഗതി മോശമാണെന്ന് മനസാക്ഷി കുറ്റം പറയുന്നെങ്കിൽ അത് നീക്കുന്നതുവരെ ഞാൻ നിങ്ങളും അയോഗ്യരാണ്. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് പാപബോധം വരുത്തുന്നതും നമ്മെ കുറ്റപ്പെടുത്തുന്നതും. മനുഷ്യരാരും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ കവലപ്പെടണ്ട. പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി കുറ്റം പറഞ്ഞാൽ നമ്മൾ ആവലാതിപ്പെടണം, നമ്മൾ കരയണം, നമ്മൾ തീരുമാനമെടുക്കണം, നമ്മൾ മടങ്ങി വരണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ യോഗ്യത ഉള്ളവളാക്കി മാറ്റണമേ, നീ എന്നെ യോഗ്യത ഉള്ളവനാക്കി മാറ്റണമേ, അത്ഭുതങ്ങൾ നടക്കണമേ. ജീസസ്, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു ഒരു നിമിഷം ശ്രുതിക്കായി യേശു സമീപേ നീ പോയോ എന്ന പാട്ടിൻ്റെ ഇരടികൾ ആത്മാവിൽ നമുക്ക് പാടി. കർത്താവ് രാജേഷ് മുന്നോട്ട് കടന്നു വന്ന ജീസസ് നെയിം എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിരുന്നിട്ട് ഓടി വന്ന് തിരുവത്താഴം എടുക്കുന്നതല്ല ഈ ശുശ്രൂഷയുടെ ഭംഗി. അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മെ ദൈവസന്നിധിയിൽ വിചിന്തനം ചെയ്ത് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം. എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും വസ്തുതകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത് നീക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് തന്നെത്താൻ ശോധന ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറയപ്പെട്ടിരിക്കുന്ന സംഗതികളുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലവാരത്തിൽ മോശമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഇത് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ആക്രോശിച്ചുകൊണ്ട് മോശമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ നോക്കുമ്പോൾ അവൻ അനുഗ്രഹിപ്പാൻ ഇറങ്ങി വരുമ്പോൾ ഒരു അയോഗ്യത ഉണ്ടാകരുത്. അവന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു, ഇന്ന് പകലിലും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിലും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, ആത്മാവ് ഇടപെടട്ടെ. യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ, ശുദ്ധിക്കായി നീ സമീപേ പോയോ, കുളിച്ചോ ജീവിതത്തിൽ നന്മകൾ മുടങ്ങി പോകാതിരിപ്പാൻ, രക്തത്തിൽ അനുഗ്രഹങ്ങൾക്ക് കാലതാമസം വരാതിരിപ്പാൻ, ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരാതിരിപ്പാൻ പുത്രന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ കഴുകണമേ എന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പാപക്കാര ഏറ്റ അസ്ഥി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം, ജീവനീ ഒഴുകുന്നു അശുദ്ധർക്കാൻ, കുളിച്ചു ശുദ്ധിയായിടുക, പാപക്കാര ഏറ്റ അസ്ഥി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ
കുളിക്കാം. ജീവനീർ എല്ലാവരും ആത്മാവിൽ ആരാധന കഴിഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. തിരുവെഴുത്തുകൾ നമ്മെ കഴുകുന്ന വചനങ്ങളാണ്. വിശ്വാസത്താൽ യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് തിരുവത്താഴം കഴിയുമ്പോൾ അത്ഭുത വിടുതലുകൾ സംഭവിക്കണം. ശാപങ്ങൾക്ക് പകരം അനുഗ്രഹങ്ങൾ കയറി വരണം. ഓ, രോഗങ്ങൾ സൗഖ്യമാകണം. അന്യായ ബന്ധനങ്ങൾ അടിഞ്ഞു പോകണം. ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി വരണം. ആത്മശുദ്ധി നൽകും ഹിമം പോൽ നിഷ്കളങ്കമോതിൻ അങ്കി. നിന്റെ മക്കളെ വ്യക്തിപരമായി ഒന്ന് തുറണമേ. നിന്റെ മക്കളെ വ്യക്തിപരമായി ഒന്ന് കഴുകണമേ. ശുദ്ധിക്കായി നീ പരിശുദ്ധാത്മാവേ ഒന്ന് കഴുകണമേ. പോയോ രക്തത്തിൽ ഈ പരിശുദ്ധ ശുശ്രൂഷയിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പേ നിങ്ങളെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച ആത്മാവിൽ നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചവരായി, അന്യഭാഷയോടും സ്തോത്രത്തോടും സ്തുതികളോടും കൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഇത് ഒരു പേരിൽ യൂക്കാരിസ്തിയോ എന്നറിയപ്പെടുന്നു. ആമേൻ. നന്ദി നന്ദി ചൊല്ലിക്കൊണ്ട്, സ്തോത്രം സ്തോത്രം ആത്മാവിൽ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അഗര ഖാദര ദിയതുരി ബാനഗന്ദേ ഉച്ചര ദഗംഭാനഗ ശിഖുറ മാനദിയ ഏല ധിക്കി മന ശുഭ അദല ദിയംദനെ ഉത്തന മന ശബബ ബരിഖി മനാദിയ. ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ കർത്താവുമായ യഹോവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടുത്തു വരുന്ന പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമം ഇന്ന് ശക്തിയോടെ ഘോഷിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ നാമത്തിന്റെ സാധ്യതയും അനുഗ്രഹങ്ങളും തൻ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്നേക്കും